പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയ സഹോദരരെ, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാൻ കത്തോലിക്ക സഭയിലെ സിറോ മലബാർ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസിയാണ്. ദിവ്യബലിയിലും പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധ അമ്മയോട് സഭാ നിയമങ്ങളോടും ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇതിനു മുമ്പ് പല വീഡിയോകൾ ഇട്ടപ്പോൾ പലരും അത് എന്നെ വിമർശിക്കാനിടയായിട്ടുണ്ട്. ഞാൻ മറ്റൊരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പലരും എന്നെ കുറ്റപ്പെടുത്തുവാനിടയായിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. സഭയുടെ ഉള്ളിൽ നടക്കുന്ന ചില തെറ്റിദ്ധാരണകളെ ഞാൻ എടുത്തു കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ചില വ്യക്തികൾ, ചില സമൂഹങ്ങൾ സഭയെ തകർക്കുവാൻ, സഭാ നിയമങ്ങളെ തകർക്കുവാൻ ചില തെറ്റിദ്ധാരണകൾ പടർത്തുന്നു. അത് ഞാൻ എടുത്തു കാണിക്കുന്നേ ഉള്ളൂ. അത് ആരെയും ചെറുതാക്കാനോ ഇല്ലെങ്കിൽ ഞാൻ വലുതാണെന്ന് കാണിക്കാനോ അല്ല, മറിച്ച് നേരായ ഒരു വിശ്വാസത്തിലൂടെ ദൈവം വചനമനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികൾക്ക് അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതെൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരവുമല്ല. ബൈബിളിൽ പറയുന്നതും ഞാൻ വൈദികരോടൊത്ത് ശുശ്രൂഷ ചെയ്യുന്ന അറിയാവുന്ന അനേകം വൈദിക മേലധ്യക്ഷന്മാരോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ് ഞാൻ. അതുകൊണ്ട് അവരോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുക. ആരെയും കുറ്റപ്പെടുത്താനല്ല, മറിച്ച് തെറ്റ് സമൂഹത്തിൽ നടക്കുന്നത് കാണിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അത് ഉയർത്തി കാണിച്ച് അതിലേക്ക് വീഴാതിരിക്കുവാൻ നമ്മൾ വിശ്വാസികൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നേ ഉള്ളൂ. ആരെയും കുറച്ച് കാണിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ അല്ല ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്. ദൈവവചനത്തിന് യോജിച്ച വിധം കത്തോലിക്ക സഭയ്ക്ക് മതബോധന ഗ്രന്ഥം CCCയോട് ചേർന്ന് ചില തിരുത്തലുകൾ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ചില വ്യക്തികൾ തെറ്റിദ്ധാരണകൾ ചോദിച്ചിട്ടുണ്ട്, അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ തെറ്റിദ്ധാരണകൾ മാറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടും സഭ അധികാരികളോട് ചേർന്ന് തന്നെയാണ് ഈ പ്രബോധനങ്ങൾ ഞാൻ പങ്കുവയ്ക്കുക. അതുകൊണ്ട് എന്നോട് മോശമായ രീതിയിൽ പ്രതികരിക്കുകയോ കമൻറ്റുകൾ ഇടുകയോ വധഭീഷണി വരെ മുഴക്കുകയോ ചെയ്യുന്ന വ്യക്തികളുണ്ട്. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഒരിക്കൽ മനുഷ്യൻ മരിക്കും. എന്നാലും ദൈവവചനത്തെ പ്രതിയാണ് ആ മനുഷ്യൻ മരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവന് നിത്യജീവൻ ഉറപ്പാണ്. അപ്പൊ ദൈവവചനത്തെ പ്രതിയാണ് ഒരു വ്യക്തി അവഹേളിക്കപ്പെടുന്നതെങ്കിൽ, ദൈവവചനം സത്യവചനം പ്രഘോഷിച്ചതിന്റെ പേരിൽ മറ്റുള്ളവരിൽ നിന്ന് തിക്താനുഭവം ഉണ്ടാവുകയും ഒറ്റപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളാണ്. അതിന്റെ ആദ്യ ഭാഗം ഇപ്രകാരമാണ് പറയുക: അനന്തരം ജെറുസലേമിൽ നിന്ന് ഫരിസേയരും നിയമജ്ഞരും യേശുവിന്റെ അടുത്ത് വന്നു പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്ന എന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അവർ കൈ കഴുകുന്നില്ലല്ലോ. അവൻ മറുപടി പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ കാതലായ ഭാഗം ഇതാണ്. ക്രിസ്തു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ പാരമ്പര്യങ്ങൾ കൂടുതൽ അനുഷ്ഠിക്കുന്ന, ആചരിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ കുടുംബപരമായിട്ട് പാരമ്പര്യങ്ങളുണ്ട്, സഭാപരമായിട്ട് പാരമ്പര്യങ്ങളുണ്ട്. ഈ പാരമ്പര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു, അത് വേണം താനും. കത്തോലിക്ക സഭയ്ക്ക് തന്നെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ട് നമുക്കൊരിക്കലും പ്രവർത്തിക്കുവാനോ ചെയ്യുവാനോ പാടില്ല. എന്നാൽ ഈശോ പറയുന്നു, അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള ഒന്നാണ് ദൈവത്തിന്റെ വചനം. ഈ പാരമ്പര്യങ്ങളെക്കാൾ കൂടുതൽ നാം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കൊടുക്കേണ്ടതും നാം ഏറ്റവും ആശ്രയിക്കേണ്ടതും ദൈവവചനത്തെയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, മത്തായി 15:3 പറയുന്നുണ്ട്, നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, പരിശുദ്ധ കുർബാന നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന ബിന്ദുവാണ് പരിശുദ്ധ കുർബാന. ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ വേണ്ടി കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ എത്രമാത്രം ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടിയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടത്. ഈ പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളേണ്ടത് എത്രമാത്രം ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടിയായിരിക്കണം ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. പലപ്പോഴും ദേവാലയങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ആ കുർബാനയിൽ സംബന്ധിക്കുവാൻ വേണ്ടി വരുന്ന വ്യക്തികളുടെ തീഷ്ണതയും
വരുന്ന വേഷവിധാനങ്ങളും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാൻ മേലാതെ ഒരു ചടങ്ങായിട്ട് വിശുദ്ധ കുർബാനയെ കാണുന്ന പല വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതൊക്കെ ആര് തിരുത്തി കൊടുക്കുമെന്ന് എനിക്കറിയില്ല. വീണ്ടും വീണ്ടും അവർ പാപത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ ചില പാരമ്പര്യങ്ങളെ മാത്രം എല്ലാ ദിവസവും പള്ളി പോകണം, അല്ലെങ്കിൽ ഞായറാഴ്ച കടമുള്ള ദിവസമാണ് കടം വീട്ടാൻ വേണ്ടി പള്ളി പോകണം, അപ്പൊ ഞായറാഴ്ച കടം വീട്ടാൻ വേണ്ടി പള്ളി പോയി കഴിഞ്ഞാൽ അത് കടം വീടിക്കൊള്ളും, നമുക്ക് സ്വർഗത്തിൽ പോകാം എന്നുള്ള മിഥ്യാധാരണ. ഇല്ലെങ്കിൽ കുറെ നൊവേനകൾ ചൊല്ലിക്കൂട്ടിയാൽ, കുറെ ജപമാലകൾ ചൊല്ലിക്കൂട്ടിയാൽ, അല്ലെങ്കിൽ കുറെ പ്രാർത്ഥനകൾ വാതൊരാതെ കുറച്ച് പ്രാർത്ഥിച്ചെന്നാൽ നമുക്ക് അതുകൊണ്ട് സ്വർഗത്തിൽ പോകാം, നിത്യജീവൻ അവകാശമാക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ചില മനുഷ്യരെ പിശാചിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടാക്കും. ഈശോ അവിടെ പറയുകയാണ്, നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയും മാതാവിനെയും അധിക്ഷേപിക്കുന്നവൻ മരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ പറയുന്നു, ആരെങ്കിലും തന്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി നൽകിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന്. ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. കപട നാട്ടിക്കാരെ, യെശയ്യാ നിങ്ങളെ പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ്. വീണ്ടും അവസാനം 9-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ് പറഞ്ഞു വെക്കുക, അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. ഇത് ദൈവത്തിന്റെ ഒരു വിലാപമാണ്. ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കാതെ ചില പാരമ്പര്യങ്ങളുടെ പേരിൽ, ചില അനുഷ്ഠാനങ്ങളിൽ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു വിശ്വാസ സമൂഹമായി മാറിയോ നമ്മുടെ ഈ സഭയിലെ ഈ കൂട്ടായ്മയിലുള്ള നമ്മുടെ വിശ്വാസികൾ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ തിരുനാളുകള്, നമ്മുടെ ആഘോഷങ്ങള്, നമ്മുടെ പള്ളി തിരുനാളുകളൊക്കെ എത്രമാത്രം ആഡംബരത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി നമ്മൾ ആ തിരുനാളുകൾ കഴിക്കുന്നു. എന്നാൽ ആ തിരുനാൾ സംബന്ധിക്കുന്ന എത്ര പേര് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്? ആ പരിശുദ്ധ കുർബാനയിൽ വിശ്വാസത്തോടുകൂടി കടന്നു വരുന്നുണ്ട്? ഇത് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഒരു തിരുനാളിന്റെ ഏറ്റവും പരമപ്രധാനമായ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. ഒരു കത്തോലിക്ക വിശ്വാസിയുടെ ഏറ്റവും കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. നമ്മൾ തിരുനാളുകൾ അർപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രദക്ഷിണം വെക്കുന്നു, ചെണ്ട കൊട്ടുന്നു, ബാൻഡ് സെറ്റ് നടത്തുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയിൽ എത്ര പേര് സജീവമായിട്ട് സംബന്ധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും അതിൽ ആത്മാർത്ഥമായിട്ട് സംബന്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ തിരുനാളോ ഈ ചെണ്ടകൊട്ടോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് അത് മാറുകയില്ല. ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക, മാതാവിനെയും പിതാവിനെയും അധിക്ഷേപിക്കുന്നവൻ മരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. ആ മാതാപിതാക്കളെ അവഗണിക്കുന്നവൻ തീർച്ചയായിട്ടും മരിക്കണമെന്ന് ദൈവത്തിന്റെ കൽപ്പനയുണ്ട്. എന്നാൽ എത്രയോ നമ്മുടെ വിശ്വാസ സമൂഹത്തിലുള്ളവര് അവരുടെ മാതാപിതാക്കളെ അനാഥ മന്ദിരങ്ങളിലും, മക്കളുടെ ഒരു സ്നേഹ തലോടൽ ലഭിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന എത്രയോ മാതാപിതാക്കള് അനാഥ മന്ദിരങ്ങളില്. അപ്പോൾ മക്കൾക്ക് പറഞ്ഞേക്കാം, അവര് അവിടെ കൊണ്ടേ ആക്കിയിരിക്കുന്ന ഞങ്ങൾക്ക് ജോലി ഭാരം കാരണം കൊണ്ടാണ്. അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും, AC റൂം വരെ ഞങ്ങൾ അവിടെ സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ, നല്ല 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 ഫുഡ് ഐറ്റംസ് അവര് വെച്ച് ഉണ്ടാക്കി കൊടുക്കും. ഈ മാതാപിതാക്കൾക്ക് വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ ചെലവാക്കാൻ തയ്യാറാ. അത്രയും പണം കൊടുത്താണ് അവരെ നല്ലൊരു സ്ഥലത്ത് കൊണ്ടേ ആക്കിയിരിക്കുന്നത്. ഞങ്ങൾക്ക് അവരെ നോക്കാൻ ചില അസൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ദൈവ കൽപ്പന മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യേണ്ട ചില കടമകൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ, അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണവും താമസവും വസ്ത്രവും മാത്രമല്ല, അവർക്ക് കിട്ടേണ്ട സ്നേഹം നിഷേധിക്കപ്പെടുമ്പോൾ, മക്കളിൽ നിന്നും കുഞ്ഞുമക്കളിൽ നിന്നും കിട്ടേണ്ട സ്നേഹം നിഷേധിക്കപ്പെടുമ്പോൾ, നമ്മുടെയൊക്കെ സമൂഹത്തിൽ എത്രയോ കുടുംബങ്ങൾ അവരുടെ മാതാപിതാക്കളെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കൊണ്ടേ ആക്കിക്കൊണ്ട് സുഖ സൗകര്യങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിൽ അവരെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. ഈ മാതാപിതാക്കളെ മാറ്റി നിർത്തുന്ന വ്യക്തികൾ ദൈവകൽപ്പന ലംഘിക്കുന്നു എന്നാണ് കർത്താവ് ഈശോ മിശിഹ ഈ തിരുവചന ഭാഗത്തിലൂടെ അരുളി ചെയ്യുക. ചില വ്യർത്ഥമായിട്ടുള്ള, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്,
ചില നൊവേനകളില് ഭക്തിയോടുകൂടി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾ, ജപമാലയില് കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾ, ഇതാ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്ന് ആ കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോലും മുതിരാതെ അവര് സൈഡിലിരുന്ന് ഇറങ്ങിപ്പോരുന്ന വളരെ വേദനിക്കുന്ന ചില കാഴ്ചകൾ ദേവാലയത്തിൽ കാണാൻ സാധിക്കും. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 23-ാം അധ്യായം 23 എന്നുള്ള തിരുവചനങ്ങൾ പ്രകാരം പറയുന്നു: കപട നാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ള അവഗണിക്കാതെ തന്നെ. ഈശോ പറയുകയാണ്, കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ ദശാംശമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാ കൽപ്പന, നിയമം നിങ്ങൾ നോക്കുന്നുണ്ട്. പഴയ നിയമത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് ദശാംശം കൊടുക്കുക. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ അതിനെ കുറിച്ച് വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ദശാംശമൊക്കെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പ്രമാണങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾ അനുസരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ധരിക്കുന്നു. എന്നാൽ ഇതാ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകുന്നു. അതെന്താണ്? അവിടെ പറയുന്നതാണ്, നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. ഏതാണ് ചെയ്യേണ്ടിയിരുന്നത്? കരുണയും നീതിയും വിശ്വസ്തതയും. നീതി, കരുണ, വിശ്വസ്തത എന്നിവയാണ് ഒരു ക്രിസ്ത്യാനിയുടെ യഥാർത്ഥ മുഖമുദ്ര എന്ന് പറയുന്നത്. നിങ്ങൾ കൽപ്പനകൾ അനുസരിക്കണം, അത് നിയമമാണ്. നീ ചെയ്യരുതാത്ത കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും ദൈവം നിന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അതിലുപരിയായി ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില സ്നേഹത്തിന്റെ പ്രവൃത്തികളുണ്ട്, കരുണയുടെ പ്രവൃത്തികൾ. അതാണ് അവിടുന്ന് പറയുക, നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ നിങ്ങൾ അവഗണിക്കുന്നു. ഇത് അവഗണിക്കുന്നവർക്ക് ഒരിക്കലും ദൈവരാജ്യം ലഭിക്കില്ല. അതുകൊണ്ടാണ് പറയുക, നിയമങ്ങൾ നിങ്ങൾ അനുസരിക്കണം, അതനുസരിക്കാൻ നിങ്ങൾ കടപ്പെട്ടവരാണ്. എന്നാൽ ഈ നിയമത്തെക്കാൾ കൂടുതൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നീതിയോട് കൂടിയുള്ള പ്രവൃത്തി. നീ എന്താണ് നീതി? മറ്റുള്ളവരോട് നിനക്ക് കരുണയോടുകൂടി പെരുമാറാൻ സാധിക്കുന്നുണ്ടോ? വിശ്വസ്തയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഈശോ പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തില് 31 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അന്ത്യവിധിയില്, അവസാന വിധിയില് മനുഷ്യപുത്രന് മഹത്വത്തോടുകൂടി എഴുന്നള്ളി വരുമ്പോൾ കർത്താവ് കാണിച്ചിരുന്ന വലിയൊരു കാര്യമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങള്, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. എന്നിട്ട് എന്താ ചെയ്യുന്നു? 32-ാമത്തെ തിരുവചനം, അവന്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. നോക്കുക, ഈശോ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും ഒരു ഉപമ ഇവിടെ പറയുന്നു. അന്ത്യവിധിയില് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുമ്പോൾ ചെമ്മരിയാടിനെയും കോലാടിനെയും രണ്ട് വശത്തായിട്ട് നിർത്തും. കോലാടിനെ ഇടതുവശത്തും ചെമ്മരിയാടുകളെ വലതുവശത്തും. അതായത് ദൈവത്തിന്റെ കരുണ, സ്നേഹം, വിശ്വസ്തത എന്നിവ നിറഞ്ഞ ദൈവകൽപ്പന അനുസരിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തിന്റെ കാരുണ്യത്തിന് വിധേയമായ ചെമ്മരിയാടുകളെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും. എന്താണ് ഈ കോലാടുകളും ചെമ്മരിയാടുകളും തമ്മിലുള്ള വ്യത്യാസം? ദൈവം എന്തുകൊണ്ടാണ്, ക്രിസ്തു എന്തുകൊണ്ടാണ് ഈ ചെമ്മരിയാടിനെയും കോലാടിനെയും ഇവിടെ അവതരിപ്പിക്കുക? നമുക്കറിയാം, ആട് നമ്മൾ വളർത്തുന്ന ഒരു മൃഗമാണ്. യേശുവിന്റെ കാലത്തും ആട്ടിടയന്മാരുണ്ടായിരുന്നു, ആട് വളർത്തുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ജനത്തിന് ചെമ്മരിയാടിന്റെയും കോലാടിന്റെയും ഒരു കാര്യം പറയുമ്പോൾ ഈ ഈശോയുടെ ഒരു മനോഭാവത്തെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ അവിടെ ജോലി ചെയ്തിരുന്ന, അല്ലെങ്കിൽ അവിടെ അവർ കൃഷി ചെയ്തിരുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അവർക്കത് പെട്ടെന്ന് മനസ്സിലാകും. എന്താണ് ഈ കോലാടും ചെമ്മരിയാടുമായിട്ടുള്ള വ്യത്യാസം? ആട് നമുക്ക് പാല് തരും, അല്ലെങ്കിൽ അതിന് കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അതിനെ വിറ്റുന്നാൽ പൈസ ഉണ്ടാകും. പിന്നെ അതിന്റെ ഇറച്ചി നമുക്ക് ഭക്ഷണത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കും. അപ്പൊ ആടിനെ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കൂടുതലും ആടിനെ വളർത്തുന്നത് പാലിന് വേണ്ടിയിട്ടാണ്.
അപ്പൊ കോലാടുകളും നമുക്ക് പാല് തരും, ചെമ്മരിയാടുകളും പാല് തരും. പിന്നെ കോലാടുകളും ചെമ്മരിയാടുകളുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ആടുകൾ പാല് തരിക എന്ന് പറഞ്ഞാല് അത് അവരുടെ സ്വഭാവമാണ്. ഈ കോലാട് നമുക്ക് പാല് തരുമ്പോൾ നമ്മൾ അത് കുടിക്കുന്നു. പക്ഷെ ആ ആടിന് തൻ്റെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടുന്നില്ല, തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നില്ല. അത് ഒരു പ്രകൃതി നിയമമായിട്ട് ആ ആട് നമ്മളെ പരിപാലിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ ചെമ്മരിയാട് ശ്രേഷ്ഠമാകുന്നത്? അത് നമുക്കറിയാം. ചെമ്മരിയാടിന്റെ സ്വഭാവം, അതും പാല് തരുന്നുണ്ട്, എങ്കിലും ചെമ്മരിയാടിനൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ ശരീരത്ത് വളർന്ന രോമങ്ങൾ പ്രകൃതി അതിന് തണുപ്പിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. തണുത്ത കാലാവസ്ഥയിൽ നിന്ന് അതിന് രക്ഷ നേടുവാൻ വേണ്ടി അതിന്റെ ശരീരം മുഴുവൻ രോമങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ ചെമ്മരിയാട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഈ ചെമ്മരിയാടിന്റെ ശരീരത്തിൽ നിന്ന് നമ്മൾ അതിന്റെ രോമങ്ങൾ മുറിച്ചെടുക്കുമ്പോൾ ആ മുറിച്ചെടുത്ത ചെമ്മരിയാടുകളെ പിന്നെ തണുത്ത സ്ഥലത്തേക്ക് വിടുമ്പോൾ അത് തണുപ്പടിച്ച് വളരെ വിഷമത്തോടു കൂടിയാണ് അത് ജീവിക്കുക. പിന്നെ അതിന്റെ തണുപ്പിനെ അതിജീവിക്കാൻ വീണ്ടും അത് അതിന്റെ ശരീരത്തിൽ രോമം വളർന്നു വരണം. അപ്പൊ ചെമ്മരിയാട് ചെയ്യുന്ന ഒരു കാര്യം, തനിക്ക് സംരക്ഷണമായി കിട്ടിയിരിക്കുന്ന ആ ഒരു പുതപ്പിനെ മനുഷ്യന് ജീവിക്കുവാൻ വേണ്ടിയിട്ട്, മനുഷ്യന്റെ തണുപ്പിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് അത് നമുക്ക് വേണ്ടി അത് ദാനം ചെയ്യുന്നു. അത് പാല് തരുന്നുണ്ടെങ്കിലും ആ ചെമ്മരിയാട് പാല് കൊടുക്കുന്നത് കൊണ്ടും ഒരു നഷ്ടവും അതിന് വരുന്നില്ല. പക്ഷെ നഷ്ടം വരുന്നത് എവിടെയാണ്? ചെമ്മരിയാടിന്റെ രോമം മനുഷ്യർക്ക് തണുപ്പിന് സംരക്ഷണമായിട്ട്, തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഈ രോമം ദാനം ചെയ്യുമ്പോഴാണ്. നോക്കി, ആ ചെമ്മരിയാട് തൻ്റെ സ്വന്തം ശരീരത്തിൽ തണുപ്പടിക്കും, അല്ലെങ്കിൽ ആ തണുപ്പിനെ സഹിച്ചുകൊണ്ടാണ് മറ്റൊരാൾക്ക് ചൂടേകുവാൻ വേണ്ടി തൻ്റെ രോമം ദാനമായി കൊടുക്കുന്നത്. ഈശോ പറഞ്ഞ ഇതാണ് കാരുണ്യം, ഇതാണ് മറ്റുള്ളവരോടുള്ള നീതി, കാരുണ്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാ. പ്രളയം വന്നു കഴിയുമ്പോൾ നമ്മുടെ പള്ളികളിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെ വസ്ത്രങ്ങൾ ശേഖരിക്കുന്നുണ്ട് പല ആൾക്കാർ. ഞാൻ എപ്പോഴും ഓർക്കുന്നു, ഞങ്ങളുടെ പള്ളിയിൽ കുറച്ച് നാൾ മുമ്പ് വസ്ത്രം ശേഖരിച്ചപ്പോൾ അവിടുത്തെ യൂത്ത് ഈ വീടുകളിൽ കൂടി കയറി വസ്ത്രങ്ങളൊക്കെ ശേഖരിച്ചു. പള്ളിയിൽ കൊണ്ടുവന്നതെല്ലാം അഴിച്ചിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു 1/4 പോലും നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങളില്ല. എല്ലാം പഴയ വസ്ത്രങ്ങൾ, കീറിയതും പറഞ്ഞതുമായിട്ടുള്ള വീട്ടിൽ നിന്ന് ഒഴിവാക്കിയ വസ്ത്രങ്ങൾ. അത് അടിവസ്ത്രം പോലും ഒന്നിനും കൊള്ളില്ലാത്ത സാധനങ്ങൾ, വീട്ടിലെ തുണികളെല്ലാം മാറ്റി കളയുവാൻ വേണ്ടി, വീട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച രീതിയിൽ ഇതെല്ലാം വാരി കെട്ടി പള്ളിയിലേക്ക് കൊടുത്തു വിട്ടിരിക്കുന്നു. അത് എല്ലാം തന്നെ കുറെ അവർ കത്തിച്ചു കളഞ്ഞു. കാരണം മറ്റുള്ളവർക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി നല്ല വസ്ത്രങ്ങൾ പ്രതീക്ഷിച്ചു പോയ അവര് പഴയ വസ്ത്രങ്ങൾ കൊടുത്തുവിട്ട്, ഉപയോഗശൂന്യമായ വസ്ത്രങ്ങൾ, അവർക്ക് വീട്ടിലിട്ട് കത്തിക്കാൻ പറ്റാത്ത വസ്ത്രങ്ങളൊക്കെ ഈ പിള്ളേരുടെ കയ്യിൽ കൊടുത്തുവിട്ട് അത് പള്ളിയിൽ കൊണ്ടുപോയി കത്തിക്കേണ്ടി വന്നു. ഇവർക്ക് ഒരു നഷ്ടവും വരാത്ത ദാനധർമ്മമാണ് അവരോട് ചെയ്യുക, ഒരു നഷ്ടവും വരാത്തത്. എന്നാൽ നമുക്കറിയാൻ സാധിക്കും, ആ ദിവസങ്ങളെല്ലാം സ്വന്തം നഷ്ടം സഹിച്ചും ഒത്തിരി ത്യാഗം സഹിച്ചും, നമുക്കറിയാം, നമ്മൾ ടി വിയിലൊക്കെ കണ്ടതാണ്, സ്വന്തം പുറത്ത് ചവിട്ടി കയറുവാൻ വേണ്ടി കുനിഞ്ഞു നിൽക്കുന്ന, പുറം ചവിട്ടുപടിയായി കൊടുക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടുണ്ട് ടി വിയിലൊക്കെ. വള്ളത്തിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട് സ്വന്തം പുറം ചവിട്ടുപടിയായി നിന്ന് കൊടുത്ത, ആ പുറത്ത് ചവിട്ടുമ്പോൾ വേദനയെടുക്കും. വേദനിച്ചാലും ആ കയറുന്ന വ്യക്തി സുരക്ഷിതനായിട്ട് ഈ ബോട്ടിലേക്ക്, വള്ളത്തിലേക്ക് കയറണം. അങ്ങനെ സ്വന്തം ശരീരം പോലും വേദനയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ചെരുപ്പിട്ട് ചവിട്ടി പുറത്തു കൂടെ ചവിട്ടി മുകളിലോട്ട് കയറുവാന് കുനിഞ്ഞു നിൽക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, സ്വന്തം ആടിനെ വിറ്റ, ജീവിത മാർഗമായിരുന്ന ആടിനെ വിറ്റ് പണം ഉണ്ടാക്കി ആ പണം ദുരിതാശ്വാസത്തിന് വിനിയോഗിച്ച വ്യക്തികളുണ്ട്. തങ്ങൾക്ക് കിട്ടിയ മുട്ടായി വാങ്ങിക്കുവാൻ വേണ്ടിയിട്ട് വട്ടച്ചെലവ് ചെയ്യാൻ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പൈസ, കുടുക്കുകൾ ശേഖരിച്ചു വെച്ച കുഞ്ഞുങ്ങള് ആ കുടുക്കയെ പൊട്ടിച്ച് അത് ദാനം ചെയ്യുന്നു, പാവങ്ങൾക്ക് സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കൊടുക്കുമ്പോൾ അവർക്കൊരു വേദനയുണ്ട്. കാരണം അവർക്ക് മുട്ടായി വാങ്ങിക്കാൻ, അവർക്ക് നല്ല നല്ല സാധനങ്ങൾ വാങ്ങിക്കാൻ അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന അത് മറ്റുള്ളവരുടെ വേദന കണ്ടുകൊണ്ട് അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു വേദന ഉണ്ടാകും. അപ്പോൾ വേദന ഇല്ലാതെ കൊടുക്കുന്നതൊന്നും ദൈവത്തിനു മുൻപിൽ അത് സ്വീകാര്യമല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ചെമ്മരിയാടിനെ പോലെയാണോ നമ്മൾ പലപ്പോഴും ദൈവീക കാര്യങ്ങളെ
സമീപിച്ചിട്ടുള്ളത്. തണുപ്പിനെ അതിജീവിക്കുവാൻ സംരക്ഷണമായി കിട്ടിയ ആ രോമ കവചം, ആ കമ്പിളി, അത് മറ്റുള്ളവരുടെ തണുപ്പ് മാറ്റുവാൻ വേണ്ടി ദാനം ചെയ്യുന്ന ചെമ്മരിയാടിനെ കുറിച്ചാണ് ഈശോ പറയുന്നത്. കോലാടുകളെ ഇടതുവശത്തേക്കും അവർ കൊടുത്തു, അവർ മനുഷ്യന് കൊടുത്തു, അവർക്ക് നഷ്ടമൊന്നുമില്ലാത്തത്. അവർ പാല് കൊടുത്തു, കുഞ്ഞുങ്ങളെ കൊടുത്തു, പക്ഷെ അവർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, കോലാടുകൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. എന്നാൽ ചെമ്മരിയാട് അങ്ങനെയല്ല, അവർ തങ്ങളുടെ നഷ്ടം സഹിച്ചും മറ്റുള്ളവരെ സഹായിക്കുന്നു. നമ്മുടെയൊക്കെ സമൂഹത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കി, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാൻ തയ്യാറല്ല. പലപ്പോഴും ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, നമ്മളത് തിരിച്ചറിയുവാൻ വേണ്ടി. ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഇത് ഈ ജീവിത മാർഗം നമ്മൾ പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെയൊക്കെ ഹോസ്പിറ്റലുകള്, നമ്മുടെയൊക്കെ സ്കൂളുകള്, എന്തോരം വളർന്നു വരുന്ന നമ്മുടെ പ്രസ്ഥാനങ്ങള്, അവിടെയൊക്കെ പലപ്പോഴും വേദനയോടുകൂടി, പല സംഭവങ്ങളും വേദനയോടുകൂടി ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. അവിടെയൊക്കെ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ആ സ്ഥാപനങ്ങൾ നടത്തുക, അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള വിശ്വാസികളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദന കണ്ടുകൊണ്ട് ആ വേദനയിൽ അവർക്ക് ആശ്വാസം നൽകുവാനാണോ ഈ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ പൊക്കിക്കെട്ടിയിരിക്കുക? അവർക്ക് ആർക്കും ഒരു നഷ്ടം വരാതെ അവർക്ക് ലാഭത്തിന് വേണ്ടിയിട്ടാണോ അവർ പ്രവർത്തിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് ഒരു നന്മ ചെയ്യുമ്പോൾ ഇത് സേവനമാണെന്ന് പറയുകയും ആ സേവനത്തിലൂടെ എനിക്ക് എൻ്റെ പോക്കറ്റ് നിറയ്ക്കണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം സേഫ് ആവണം, എനിക്ക് ജീവിക്കുവാൻ വേണ്ടിയിട്ട്, എൻ്റെ സമ്പദ് വ്യവസ്ഥ സുരക്ഷിതമാക്കുവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതാണെങ്കിൽ ആ സേവനം ദൈവത്തിന് മുൻപിൽ സ്വീകാര്യമല്ല. ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്, ഞാൻ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത്, അത് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകത്തിന്റെ അറിവുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലൂടെ എനിക്ക് സമ്പത്ത് നേടാനാണ്, എനിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിത രീതി നേടാനാണ് ഞാൻ അത് പഠിക്കുന്നത് എങ്കിൽ അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനമില്ല. എന്നാൽ അത് മറ്റുള്ളവർക്ക് നന്മയ്ക്കായിട്ടും അല്ലെങ്കിൽ എൻ്റെ ആത്മീയ ജീവിതത്തിന് ഉതകുന്ന രീതിയിൽ, മറ്റുള്ളവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ച ഉണ്ടാകുന്ന രീതിയിൽ അവർക്കൊരു ആത്മാവുണ്ട്, ആ ആത്മാവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെയാണ് ഞാനൊരു ചെമ്മരിയാടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: നഷ്ടം സഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ തയ്യാറാവുക. അപ്പോഴാണ് യേശു പറഞ്ഞിരിക്കുന്ന പോലെ ഒരു യഥാർത്ഥ ചെമ്മരിയാടാകാൻ നമുക്ക് സാധിക്കുക. അല്ലെങ്കിൽ നമ്മൾ കോലാടുകളായി ഇടതുവശത്തേക്ക് മാറേണ്ടി വരും. നമ്മൾ പലതും ചെയ്യുന്നുണ്ട്, പല നന്മകളും ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നമ്മുടെ കൈവിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മളെ കൈവിട്ട് ചെയ്യുമ്പോൾ അതാണ് വിധവയുടെ കൊച്ചുകാശ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് 21-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുതൊട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിലുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ സമർപ്പണം. ദൈവത്തിന്റെ മുൻപില് യഥാർത്ഥ സമർപ്പണം എന്ന് പറയുന്ന ഇതാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. ധനികന്മാര് നല്ല സമ്പത്ത് നേർച്ചപ്പെട്ടികളിൽ ഇട്ടപ്പോൾ ഈ ദരിദ്ര ഇട്ട 2 തൊട്ടിന് എന്തുകൊണ്ടാണ് അവിടെ ഈശോ വിലമതിക്കുന്നത്? അവിടെ പറയുന്നുണ്ട്, എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. സമൃദ്ധിയിൽ നിന്ന്, ഉള്ളതിൽ നിന്ന് ഒരു സംഭാവനയാണ് ധനികര് നൽകിയത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ സംഭാവന കൊടുത്താലും പിന്നീട് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമുക്കറിയാം, വലിയ ആളുകള് നമ്മുടെ വീടുകളിൽ സംഭാവന പിരിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. രാഷ്ട്രീയ പാർട്ടിക്കാർ കാണും, അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങളിൽ പെട്ടവരുണ്ടാവും, ചിലപ്പോൾ ധർമ്മക്കാർ വരും, ഞങ്ങൾക്ക് വല്ലതും തരണേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അവരൊക്കെ സംഭാവനയ്ക്ക് വേണ്ടി വരുന്ന, അവർക്ക് എന്ത് കൊടുത്താലും അവർ വാങ്ങിക്കും. അപ്പോൾ നമ്മുടെ സമ്പത്തിൽ നിന്നും നമുക്ക് കുറെ പൈസ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ചെറിയൊരു തുക എടുത്ത് അവർക്ക് കൊടുക്കും. കാരണം നമുക്കുള്ളത് നമ്മുടെ അലമാരിയിലുണ്ട്, ഇല്ലെങ്കിൽ നമുക്കുള്ളത് നമ്മുടെ അക്കൗണ്ടിലുണ്ട്. നമുക്കിത് കൊടുത്താലും ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ സംഭാവന കൊടുക്കും. എന്നാൽ ദരിദ്രയായ വിധവ ചെയ്ത കാര്യം ഈശോയോട് പറയുന്നു, ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിലുള്ള വക മുഴുവനും,
കുറച്ച് വെച്ചിട്ടല്ല, തൻ്റെ ഉപജീവനത്തിന്. നാളെ അവൾക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണ പദാർത്ഥം മേടിക്കണമെങ്കിൽ ഈ പൈസ, ഈ 2 തൊട്ടുകൾ ഉണ്ടെങ്കിലേ നാളെ അവൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ആ വിധവയായ സ്ത്രീ പറഞ്ഞു, ഇതാ കർത്താവേ, ഈ 2 തൊട്ട് ഇന്ന് ഞാൻ നിനക്ക് തരുന്നു. നാളെ ഞാൻ ജീവിക്കണോ വേണ്ടയോ എന്നുള്ളത് നീ തീരുമാനിക്കുക, ഞാനല്ല തീരുമാനിക്കേണ്ടത്. ഇനി ഞാൻ മുഴുവൻ നിന്റേതാണ് എന്ന് പറഞ്ഞ് ആ വിധവയുടെ പൂർണ്ണ സമർപ്പണം, കർത്താവിന് തനിക്കുള്ളതെല്ലാം സമർപ്പിക്കുന്നു. ഇതാണ് യഥാർത്ഥ സമർപ്പണം. ഇതാ നോക്കുക, ആ വിധവ നൽകിയ കൊച്ചു കാശ് അത് ദൈവം സ്വീകരിക്കും. അതുകൊണ്ടാണ് കായേലിന്റെ ആബേലിന്റെയും ബലി, ആബേലിന്റെ ബലിയാണ് കർത്താവ് സ്വീകരിച്ചത്. എന്തുകൊണ്ടാ? കായേൻ തൻ്റെ നല്ല ഭാഗം മാറ്റിവെച്ചു, തനിക്കൊന്നും നഷ്ടപ്പെടരുത്, കായന്റെ വസ്തുക്കളൊന്നും നഷ്ടപ്പെടരുത് എന്നുള്ള ആ ഒരു ബോധ്യത്തിനു കൂടി നല്ല ഭാഗങ്ങൾ മാറ്റിവെച്ചിട്ട് കുറച്ചു ഭാഗം മാത്രം ദൈവത്തിന് ബലിയർപ്പിച്ചു. ആബേലാവട്ടെ തനിക്കുള്ള ഏറ്റവും നല്ലത്, കാരണം അത് ദൈവത്തിന് അർപ്പിച്ചാൽ പിന്നെ ഉള്ളത് മോശമാണ്, ഏറ്റവും നല്ലത് ദൈവത്തിന് ബലിയർപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ എന്ത് ചെയ്താലും ഏത് പ്രവൃത്തി ചെയ്താലും അത് ദൈവത്തിന് യോജിച്ച, ദൈവത്തിന് സ്വീകാര്യമാകണമെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിന് സ്വീകാര്യമാകണമെങ്കിൽ പൂർണ്ണ സമർപ്പണമാണ് ദൈവം ആവശ്യപ്പെടുക. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞ ഓണം ആഘോഷിക്കുന്നതിനെ പറ്റിയും സാബത്ത് ആചരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഇത്ര ശക്തമായിട്ട് ഞാൻ പറഞ്ഞത്. അതിനാരും എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവും ഇല്ല, കാരണം ഇത് ദൈവവചനമാണ് പറയുന്നത്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളല്ല. പൂർണ്ണ ഹൃദയത്തോടു കൂടിയുള്ള സമർപ്പണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് കുറച്ച് അവിടെയും കുറച്ച് ഇവിടെയായിട്ട് കൊടുത്താല് നമ്മൾ അവിടെ പോയി അവരെയും തൃപ്തിപ്പെടുത്തി ഇവിടെ വന്ന് കർത്താവിനെയും തൃപ്തിപ്പെടുത്താൻ നോക്കിയാൽ ഒരിക്കലും കർത്താവ് അത് സ്വീകരിക്കുകയില്ല. മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുകയില്ല. അല്ലെങ്കിൽ കർത്താവിന്റെ ദിവസം, സാബത്ത് ദിവസം കുറച്ച് കർത്താവിനും 2 മണിക്കൂർ കുർബാനയ്ക്കില്ല, 1.5 മണിക്കൂർ 1 മണിക്കൂർ കുർബാനയ്ക്ക് പോയി ആഘോഷമായിട്ട് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിങ്ങ് വരിക, ബാക്കിയുള്ള മണിക്കൂറുകൾ ലോകത്തിന്റെ പിന്നാലെ പോവുക, കുറച്ച് അവിടെയും കുറച്ചിവിടെയും, ഇത് ദൈവത്തിന് സ്വീകാര്യമല്ല. പൂർണ്ണ സമർപ്പണം, സമ്പൂർണ്ണ സമർപ്പണമാണ് ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് എൻ്റെ സഹോദരരെ, രക്ഷപ്പെടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിത്യജീവൻ അവകാശമാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പാരമ്പര്യങ്ങളെ അല്ല നമ്മൾ നോക്കേണ്ടത്. പാരമ്പര്യങ്ങൾ നമുക്ക് വേണം. ഈശോ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ പാരമ്പര്യങ്ങൾ അത് വേണം. ദശാംശം കൊടുക്കണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം, കൽപ്പനകൾ അനുസരിക്കണം, തിരുനാൾ കഴിക്കണം, ചെണ്ട കൊട്ടണം, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. വിശുദ്ധരുടെ നൊവേനകൾ വേണം, അവരുടെ രൂപങ്ങൾ എഴുന്നള്ളിക്കണം, ഇതൊക്കെ പാരമ്പര്യം, ഇതൊക്കെ ആവശ്യമാണ്. എങ്കിൽ ഇതെല്ലാം ചെയ്യുമ്പോൾ അതിന്റെ കാതലായ ഒരു ഭാഗമുണ്ട്, പരിശുദ്ധ കുർബാന. എത്ര പേര് കുമ്പസാരിച്ച യോഗത്തോടുകൂടി പരിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നു? എത്ര പേര് കർത്താവിന് പൂർണ്ണ സമർപ്പണം അവിടെ ആ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു? ആഘോഷങ്ങളിൽപ്പെട്ട് നമ്മുടെ വിശ്വാസത്തെ, ദൈവവചനത്തെ നിങ്ങൾ കുഴിച്ചു മൂടുകയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ, ഈ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് കുടുംബത്തിൽ വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ, സഹോദരങ്ങളോട്, കുടുംബത്തോട്, നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഈ തിരുനാൾ കഴിക്കുന്നതുകൊണ്ടോ, ചെണ്ട കൊട്ടുന്നതുകൊണ്ടോ, നൊവേനയ്ക്ക് പോകുന്നതുകൊണ്ടോ, ജപമാല ചെല്ലുന്നതുകൊണ്ടോ നിങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല. മറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുകയും ദൈവവചനം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ പെരുന്നാൾ കഴിക്കുക, നൊവേനയിൽ സംബന്ധിക്കുക, ആഘോഷങ്ങളിൽ സംബന്ധിക്കുക. ദൈവം അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. അതാണ് ആബേലിന്റെ ബലി കർത്താവ് സ്വീകരിച്ചത്. ഇതെല്ലാം വേണം, പാരമ്പര്യങ്ങൾ വേണം, ആഘോഷങ്ങൾ വേണം. എന്നാൽ ഇത് നമ്മുടെ യഥാർത്ഥ വിശ്വാസത്തിന്റെ താഴെ നിൽക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്തിന് താഴെ നിൽക്കണം. നമ്മുടെ ആഘോഷങ്ങള്, നമ്മുടെ പാരമ്പര്യങ്ങള് ദൈവവചനത്തിന്റെ താഴെ നിൽക്കണം. ഏറ്റവും ഉയർന്നു നിൽക്കേണ്ടത് ദൈവവചനവും ദൈവത്തിന്റെ സന്ദേശങ്ങളുമാണ്. സഭ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സഭയോട് ചേർന്ന് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ കുറെ ആഘോഷങ്ങളോ പാരമ്പര്യങ്ങളോ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു നിന്നാലോ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാലോ, ആ കുരിശ് വെച്ചാലോ ഈ കുരിശ് വെച്ചാലോ ഒന്നും കർത്താവ് നമ്മളുടെ ബലികളിൽ സംപ്രീതനാവില്ല. കർത്താവ് നമ്മുടെ ബലിയിൽ സംപ്രീതനാകണമെങ്കിൽ നമ്മുടെ മനസ്സ് നിർമ്മലമാക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇവർ അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ ഇവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് എത്രയോ അകലെയാണ്. നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുന്നില്ല. അധര വ്യായാമം നമ്മൾ ചെയ്യും. വിശുദ്ധ കുർബാനയിലൊക്കെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു ബഹുമാനമൊക്കെ. അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാവുള്ളൂ എന്ന് പറയുമ്പോൾ അതുപോലും ഇല്ലാതെ പരിശുദ്ധ കുർബാന കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ഫാഷൻ ഷോ നടത്തുന്ന വ്യക്തികൾ, പുരുഷന്മാരും സ്ത്രീകളും,
ഞാൻ കഴിഞ്ഞ ദിവസവും കണ്ടു, പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ കയ്യിൽ എന്തോ താക്കോല് പിടിച്ചിട്ട് ആ കയ്യിലോട്ടാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. വെറും ഒരു നെയ്യപ്പം മേടിക്കുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് പരിശുദ്ധ കുർബാനയെ ദൈവത്തെ സമീപിക്കുക. എന്നാൽ ആഘോഷങ്ങളിൽ അല്ലെങ്കിൽ നൊവേനകളിൽ എത്രമാത്രം ഭക്തിയോടുകൂടിയാ അവർ കൈയൊക്കെ കൂട്ടിപ്പിടിച്ച് നിൽക്കുക. കാരണം അതിൻ്റെ അകത്തൊരു കാര്യം പറയുന്നുണ്ട്, ഇന്ന കാര്യ സാധ്യത്തിന് വേണ്ടിയിട്ട്. വിശുദ്ധന്മാർ പോലും നാണിച്ച് തലകുനിക്കുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഇത് ആര് പറഞ്ഞ് പഠിപ്പിക്കും? ഇത് ആരോട് പറയാം? ആര് തിരുത്തും? ഇതൊക്കെ തെറ്റായിട്ടുള്ള ചില സമ്പ്രദായങ്ങൾ, തെറ്റായിട്ടുള്ള ചില ആഘോഷങ്ങൾ മാത്രമായി നമ്മുടെ സമൂഹം ഒതുങ്ങുകയാണോ? ആണെങ്കിൽ ഓർക്കുക, ഇത് കർത്താവിന് സ്വീകാര്യമല്ല. കർത്താവിന് സ്വീകാര്യമായത് കരുണയും നീതിയും വിശ്വസ്തതയാണ്. അത് കർത്താവിനോടുണ്ടായിരിക്കണം, സമൂഹത്തോടുണ്ടായിരിക്കണം. ഇല്ലാതെ നമുക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ സാധിക്കുകയില്ല. സഹോദരരെ, അതുകൊണ്ട് നമുക്ക് ശ്രമിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആചാരങ്ങളിൽ നമ്മുടെ യഥാർത്ഥ വിശ്വാസത്തെ കുഴിച്ചു മൂടാതെ, ദൈവവചനത്തെ കുഴിച്ചു മൂടാതെ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുവാൻ ദൈവവചനം അനുസരിച്ചുകൊണ്ടായിരിക്കട്ടെ നമ്മുടെ ബാഹ്യമോടികളായ പ്രകടനങ്ങളൊക്കെ ഇലക്കൊഴുപ്പുള്ള അത്തിവൃക്ഷമാകാതെ ഫലങ്ങൾ കായ്ക്കുന്ന അത്തിവൃക്ഷമാവുക. ഫലമില്ലാത്ത അത്തിവൃക്ഷം അത് വെട്ടി തീയിലെറിയപ്പെടും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കോലാടുകളാകാതെ ചെമ്മരിയാടുകളാകാൻ, നഷ്ടം സഹിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി നഷ്ടം സഹിച്ചുകൊണ്ട്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോഴും എനിക്കതിൻ്റെ അകത്ത് എന്ത് ലാഭം കിട്ടുന്നു എന്ന് നോക്കിക്കൊണ്ടല്ല, മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ എനിക്കതിൽ നിന്ന് എന്ത് ലാഭം കിട്ടുന്നു എന്ന് നോക്കിയിട്ടല്ല. പാവപ്പെട്ട ഒരു വ്യക്തി നമ്മുടെയൊക്കെ സ്കൂളുകളിൽ പഠിക്കാൻ വേണ്ടി വരുമ്പോൾ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്ന, കടം കയറി കഷ്ടപ്പെടുന്നിട്ട് വരുന്ന വ്യക്തിയെ കാണുമ്പോൾ, ഇതാ മോനെ മോളെ, നിനക്ക് നീ ഒന്നും തരണ്ട, നീ പഠിച്ചോ, നീ സ്കൂളിൽ പഠിച്ചോ, അല്ലെങ്കിൽ നീ ഒന്നും തരണ്ട, നീ ഹോസ്പിറ്റലിൽ നിനക്കുള്ള ചികിത്സ ഞങ്ങൾ തന്നേക്കാം എന്ന് പറയാതെ അവരിൽ നിന്ന് എത്രമാത്രം പിഴിഞ്ഞെടുക്കാമോ? ന്യായീകരണങ്ങൾ ഒത്തിരി ഉണ്ട്. സ്കൂളുകൾ കടവുണ്ട്, അതുണ്ട്, ഇതുണ്ട്, നിങ്ങൾ വാങ്ങിച്ചു, സമ്പത്തുള്ളവരോട് വാങ്ങിക്കാം. പക്ഷെ അനേകം പാപപ്പെട്ടവര്, നിരപരാധികളായ ഒത്തിരി പേരുടെ കണ്ണുനീര് നമ്മുടെ സമൂഹത്തിൽ വീഴുന്നുണ്ട്. ഇത് കണ്ടതുകൊണ്ട് പറയുക, പല അനുഭവങ്ങളും കണ്ടതുകൊണ്ട് പറയുക. യഥാർത്ഥ വിശ്വാസികളുടെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ കണ്ണുനീരുകൾ ഏതെങ്കിലും സ്കൂളിന്റെ പടിയിലോ ഹോസ്പിറ്റലിന്റെ പടിയിലോ മറ്റ് സ്ഥാപനങ്ങളിലോ വീഴാൻ ഇടയായെന്നാൽ അവിടെ ദഹിച്ചു പോകും. കാരണം ഒത്തിരി വേദനയോടുകൂടി അനേകം പേർ കണ്ണുനീരോടുകൂടി കരഞ്ഞുകൊണ്ട് പോന്നിട്ടുള്ള സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുക, അതുകൊണ്ട് നഷ്ടം സഹിച്ച് വരുന്ന പാവപ്പെട്ടവരെ, ബലഹീനരായവരെ അവരെ ചേർത്ത് നിർത്തുവാന്, അതായിരിക്കണം യഥാർത്ഥ കാരുണ്യ പ്രവൃത്തി. അല്ല, ഒരാൾക്കൊരു സഹായം ചെയ്തു, അതിന് പ്രതിഫലമായിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ അതൊരു കാരുണ്യ പ്രവൃത്തിയല്ല, അതൊരു കച്ചവടം മാത്രമാണ്. ഞാൻ പറഞ്ഞ എല്ലാവരെയും അങ്ങനെ കാണാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം ഒരു പ്രസ്ഥാനം വളരണമെങ്കിൽ സമ്പത്ത് വേണം. അത് കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താവ് ആ പ്രസ്ഥാനത്തെ വളർത്തും. അനേകം പ്രസ്ഥാനങ്ങൾ നമ്മുടെയൊക്കെ നാട്ടില് ആരും കയറാതെ, ആരും ചെല്ലാതെ, ഇല്ലെങ്കിൽ പലവിധ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കഴിയുന്നതിന്റെ കാരണം എന്താ? അനേകം പേരുടെ കണ്ണുനീര് അതിന്റെ പിന്നിലുണ്ടാവും. അതുകൊണ്ട് നമ്മളൊക്കെ കോലാടുകളാകാതെ ചെമ്മരിയാടുകളാകാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി ഇന്നത്തെ ശുശ്രൂഷ കാരണമാകട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നീതിയും കരുണയും വിശ്വസ്തതയും നമ്മുടെ ജീവിതത്തിൽ ഫലമണിയുവാന് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. അമ്മയോട് ചേർന്ന് ഒരുമിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർലോകരാണിയാ